കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ആദിവാസി ദളിത് വിദ്യാർത്ഥികളുടെ ഈ ഗ്രാന്റ് അട്ടിമറിക്കുന്നതിനെതിരെ സെക്രട്ടേറിയറ്റ് ധർണയും രാജ്ഭവൻ മാർച്ചും നടന്നു. പ്രസക്ത ഭാഗത്തിലേക്ക്. ഇത് സുപ്രീം കോടതി പറഞ്ഞത്. അതുകൊണ്ട് വരുമാനം കുറഞ്ഞവർക്ക് മാത്രമോ അല്ലെങ്കിൽ അതിദരിദ്രർക്ക് വേണ്ടി മാത്രമേ ആനുകൂല്യങ്ങൾ കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറയുന്ന ഒരു വ്യവസ്ഥ കേന്ദ്ര സർക്കാർ അടിച്ചേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് പട്ടികജാതി പട്ടികവർഗ ലിസ്റ്റിന്റെ തന്നെ അട്ടിമറിയാം. പട്ടികജാതി പട്ടികവർഗ ലിസ്റ്റ് എന്ന് പറയുന്നത് ആവിഷ്കരിക്കപ്പെടുന്നത് ഏതെങ്കിലും സംസ്ഥാന ഗവൺമെന്റോ പിണറായിയെ പോലൊരു മുഖ്യമന്ത്രിയോ മോദിയെ പോലൊരു പ്രധാനമന്ത്രിയോ അല്ല. അത് ഇന്ത്യൻ പാർലമെന്റ്, അത് അതാത് സംസ്ഥാനങ്ങളുടെ നിർദ്ദേശം പരിഗണിച്ചുകൊണ്ട് പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ പാർലമെന്റ് പരിഗണിച്ചതിന് ശേഷം ഇന്ത്യൻ പ്രസിഡന്റ് ഒപ്പുവെച്ച് വെക്കുന്ന ഒരു ലിസ്റ്റാണ്. അതാർക്കും ഭേദഗതി ചെയ്യാൻ പാടില്ല. ആർക്കും ഭേദഗതി ചെയ്യാൻ അധികാരമില്ല. ഒരു എക്സിക്യൂട്ടീവിനും ഒരു നിയമസഭക്കും നീതി ആയോഗിനും കേന്ദ്ര സർക്കാരിന്റെ ഏതെങ്കിലും ബ്യൂറോക്രസിക്കും അധികാരമില്ല. സാമൂഹിക വിദ്യാഭ്യാസത്തിന് പിന്നോക്കം നിൽക്കുന്ന ഒരു ക്ലാസ് എന്നുള്ള നിലയിൽ അവരിൽ വരുമാന പരിധി അടിച്ചേൽപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു ഇക്കോണമിക് കാറ്റഗറി സൃഷ്ടിച്ചുകൊണ്ട് അതിൽ ഒരു വിഭാഗം 10% പേർക്ക് മാത്രം വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ നൽകുമെന്ന് പറയുന്നത് ആ ലിസ്റ്റിന്റെ വിഭജനവും അട്ടിമറിയും. ഇങ്ങനെ ഗുരുതരമായ ഒരു തെറ്റാണ് കേന്ദ്ര സർക്കാർ നീതി ആയോഗിന്റെ നിർദ്ദേശമനുസരിച്ച് 2021 അവരുടെ ഗൈഡ് ലൈനിൽ കൊണ്ടുവന്നിരിക്കുന്നു. ഈ ഗൈഡ് ലൈൻ നിലവിൽ വന്നതോടുകൂടി കേന്ദ്ര സർക്കാർ ഒരു പോർട്ടൽ ആവിഷ്കരിക്കുകയും രാജ്യമെമ്പാടുമുള്ള SC/ST വിദ്യാർത്ഥികളുടെ ഗ്രാന്റ് വിതരണമെല്ലാം തന്നെ ഈ പോർട്ടലിലൂടെ മാത്രമേ സാധ്യമാക്കുമെന്ന് പറയുന്ന വിധത്തിൽ ഒരു ക്രമീകരണം കൊണ്ടുവരികയും ചെയ്യും. ഇവിടെ ദുഃഖകരമായ ഒരു സത്യം, വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും ഒരു ഉത്തരവാദിത്വവും ബാധ്യതയും ഭരണഘടനാപരമായ താല്പര്യമുള്ളവ അഥവാ അത് കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയല്ല. കേന്ദ്രത്തിന് മാത്രമായോ സംസ്ഥാനത്തിന് വേണ്ടി മാത്രമായോ അത് പ്രത്യേക അധികാരപരിധി ഇല്ലാത്തതാണ്. ഒരു ഫെഡറൽ സംവിധാനത്തിൽ രാജ്യത്തെ ഈ കൺകറന്റ് ലിസ്റ്റ് പരിപാലിക്കപ്പെട്ടു വരുന്നതിൽ അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ അതുകൊണ്ട് തന്നെ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രത്തിനും ഒരേപോലെ ബാധ്യതയുള്ളതാണ്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ പട്ടികജാതി പട്ടികവർഗ വികസന ഫണ്ടിന്റെ വിനിയോഗം ആർട്ടിക്കിൾ 275 അനുസരിച്ച് അത് അവർക്ക് കിട്ടിയെന്ന് ഉറപ്പുവരുത്താൻ തുല്യമായ അധികാരമാണ്. അതൊരു വിദ്യാഭ്യാസത്തിന്റെ എല്ലാ മേഖലയിലും കടന്നു കയറിക്കൊണ്ട് ഞങ്ങൾ പറയുന്നത് ഇത് നടക്കണമെന്ന് പറയാൻ മോദിജിക്ക് അധികാരമില്ല. അത് ഫെഡറലിസ്റ്റിലെ കടന്നുകയറ്റമാണ്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 275 മുകളിലുള്ള കടന്നുകയറ്റമാണ്. ഈ കടന്നുകയറ്റത്തിനെതിരെ ചോദ്യം ചെയ്യാൻ സംസ്ഥാനം ഭരിക്കുന്ന പിണറായി സർക്കാർ തയ്യാറായില്ല എന്നതാണ് ഈ ഗ്രാന്റ് അട്ടിമറിയിലെ കാതലായ ഒരു പ്രശ്നമെന്ന് രാഷ്ട്രീയമായി നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. രാജ്യമെമ്പാടും വലിയ മാറ്റത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. രാജ്യം ഹിന്ദുത്വ ഭരണത്തിന്റെ ഒരു ഗതിക്രമത്തിലേക്ക് മോദിജിയും അസംഘപരിവാറും നീക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ മുന്നണിയുള്ള ബദൽ രാഷ്ട്രീയ ശക്തികൾ രംഗത്ത് വന്നുകൊണ്ട് മാത്രം സംഘപരിവാറിന്റെ ലക്ഷ്യങ്ങൾക്ക് തടയിടാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഭരണത്തിൽ ഇപ്പോഴും സംഘപരിവാറിന്റെ രാഷ്ട്രീയത്തിനെയാണ് അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സംഘപരിവാറിന്റെ ഹിന്ദുത്വ രാഷ്ട്രീയത്തെ ചോദ്യം ചെയ്യാൻ ഇവിടെ ഇടതുപക്ഷ സർക്കാർ തയ്യാറായിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കമ്മായം ലക്ഷ്യം പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല ചെറുതടിയുടെ നിറം പതുക്കെ പതുക്കെ കാവിയായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് സംശയിക്കുന്ന വിധത്തിൽ അവരുടെ നയങ്ങൾ ഒന്നുമായി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും ലജ്ജാകരമായ ഉദാഹരണമാണ് ഈ ഗ്രാന്റിന്റെ അട്ടിമറി. ഈ ഗ്രാന്റ് എന്ന് പറയുന്നത് ഇവിടെ ആദ്യം ഔദാര്യമല്ല, മോദിജിയുടെ പിണറായി വിജയന്റെ ഒരു ഔദാര്യമല്ല. ഭരണഘടനയിലെ മൗലികാവകാശത്തിന്റെ ഭാഗമായി ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും തുല്യമായ അവകാശം ഉറപ്പുവരുത്തുന്നത് ജാതിക്കും മതത്തിനും വർഗത്തിനും അതീതമായി നിയമത്തിന് മുമ്പിൽ എല്ലാവരും തുല്യരാണെന്ന് പറയുന്ന വകുപ്പാണ് ആർട്ടിക്കിൾ 14. ആ 14ന്റെ തുടർച്ച എന്ന് പറയുന്നത് അത് മൗലികാവകാശമില്ലാക്കി എന്ന് മാത്രമല്ല, ഭരണഘടന 15-ാം വകുപ്പിന്റെ 4
16-ാം വകുപ്പിന്റെ 4 പുസ്തകം വിദ്യാഭ്യാസ മേഖലയിലെ സംവരണവും തൊഴിൽ മേഖലയിലെ സംവരണവും ഉറപ്പുവരുത്തിയിട്ടുണ്ട്. മോദിജി അട്ടിമറിച്ചുകൊണ്ടിരുന്നത് ആദ്യം ഈ മേഖലയിലുള്ള സംവരണത്തിന് കടത്തിൽ കത്തിച്ചുകൊണ്ടാണ് എന്ന് കേൾക്കാൻ അറിയാം. 2019 തുടക്കം കുറിച്ചിരുന്ന അട്ടിമറിയിൽ ഭരണഘടനയുടെ 103-ാം ഭേദഗതി 124-ാം ഭേദഗതിയിലൂടെ EWS എന്നവരുടെ കാറ്റഗറി അവർ സൃഷ്ടിക്കുകയുണ്ടായി. ഇക്കണോമിക്കലി വീക്കർ സെക്ഷൻ എന്ന് പറയുന്ന ഒരു കാറ്റഗറി. ആരാണ് ഇക്കണോമിക്കലി വീക്കർ സെക്ഷൻ എന്ന് പറയുന്ന കാറ്റഗറി? ഈ രാജ്യത്തെ ബ്രാഹ്മണനും നായരും തുടങ്ങിയ മുഴുവൻ സൂത്ര ബ്രാഹ്മണ വിഭാഗങ്ങളിൽ ദരിദ്രരുണ്ടത്രേ. ഈ ദരിദ്രരാരാണ്? ഗ്രാമങ്ങളിൽ 5 ഏക്കർ ഭൂമിയും നഗരങ്ങളിൽ 75 സെന്റ് വരെ ഭൂമിയും 8 ലക്ഷവും വാർഷിക വരുമാനമുള്ള ദരിദ്രർ. ആ ദരിദ്രർക്കെതിരെ നമുക്ക് താല്പര്യമില്ല. ഈ ദരിദ്രർ എന്ന് പറയുന്ന വിഭാഗങ്ങൾക്ക് സംവരണത്തിന്റെ പരിധിയിൽ കൊണ്ടുവന്നുകൊണ്ട് സാമുദായിക സംവരണം അട്ടിമറിച്ചപ്പോഴും ഈ രാജ്യത്തെ പ്രബലമായ എല്ലാ രാഷ്ട്രീയ കക്ഷികളും അതിന് കൈയടിച്ചു എന്ന് മാത്രമല്ല, ആദ്യം തന്നെ ഈ നിയമം നിങ്ങൾ നടപ്പാക്കാൻ തയ്യാറുണ്ടോ എന്ന് ചോദ്യം ചെയ്തത് ഇവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. അങ്ങനെ സംവരണത്തിന് കണക്കിൽ കത്തിവെച്ചിരുന്ന സംഘപരിവാറിന്റെ നിലപാടിനെ കൈയടിച്ച് സ്വാഗതം ചെയ്തവരാണ് പിണറായി സർക്കാർ. അതുകൊണ്ട് തന്നെ EWS എന്ന് പറയുന്ന സാമ്പത്തിക ജാതി സവർണ സംവരണം അടിച്ചേൽപ്പിച്ചപ്പോൾ ചോദ്യം ചെയ്യാത്ത ഈ പാവപ്പെട്ടിരിക്കുന്ന വിദ്യാർത്ഥികളുടെ ഡോക്ടർ അംബേദ്കറിന്റെ കാരിക്കച്ചർ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തെരുവിലിറങ്ങാൻ നിർബന്ധിതമായിരിക്കുക. അവർ ഉന്നയിക്കുന്നത് ഡോക്ടർ അംബേദ്കർ ഉന്നയിച്ചിരുന്ന മാത്രമല്ല, ഞങ്ങൾ ഓർഗനൈസ് എന്ന് പറയുന്ന ഡോക്ടർ അംബേദ്കറിന്റെ മുദ്രാവാക്യം ഏറ്റെടുക്കാൻ നിർബന്ധിതമായിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ രാജ്യത്തെ പട്ടികജാതിപ്പെട്ടവരുടെ വിഭാഗം വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങാൻ നിർബന്ധിതമായിരിക്കുക. ഇവരെ തെരുവിലിറക്കാൻ നിർബന്ധിതമാക്കിയതാരാണ്? ഞാൻ ചോദിക്കട്ടെ, ഈ ഗ്രാൻഡിന്റെ വിഷയം 2 വർഷക്കാലമായി കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹവും പട്ടികജാതിപരവർക്ക് ഉന്നയിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഏതെങ്കിലും ഒരു മന്ത്രി ഇത് നിയമസഭയിൽ ഉന്നയിച്ചോ ക്യാബിനറ്റിൽ ഉന്നയിച്ചോ മന്ത്രി രാധാകൃഷ്ണൻ അധികാരം വിട്ടൊഴിഞ്ഞ് MP ആയി സ്ഥാനക്കയറ്റങ്ങൾ കൊണ്ടുപോയിരിക്കുന്നു. അദ്ദേഹത്തിന് ഇക്കാര്യത്തിൽ ധവളപത്രം നടക്കാൻ തയ്യാറുണ്ടോ? ഇന്നലെ ഈ വിഷയത്തിൽ സത്യാഗ്രഹ പ്രസ്ഥാനം ആരംഭിച്ചപ്പോൾ മന്ത്രിസഭയുടെ പത്രക്കുറിപ്പ് വന്നു, ഞങ്ങളിൽ 500 കോടി കൊടുക്കാൻ തുടങ്ങിയിരിക്കുന്നുവെന്ന്. 500 കോടി കൊടുത്തുകൊണ്ട് ഗ്രാൻഡിന്റെ മുഴുവൻ കുടിശ്ശിക തീർക്കുമെന്നാണ് പറയുന്നത്. എങ്ങനെയാണ് തീർക്കാൻ പോകുന്നത്? ഒരാഴ്ചക്കാലമാണ് അത് ബാലഗോപാലന്റെ പ്രസ്ഥാനത്ത് ആ പ്രസ്താവനയിൽ പറഞ്ഞത് ഞാനിത് 120 കോടി കൊടുത്തിരിക്കുന്നു. കഴിഞ്ഞ 1 വർഷത്തിനകം ഞങ്ങൾ അഭിവരാവാസം നൽകിയവരെ ഞങ്ങളുടെ കയ്യിലില്ല. ഓരോ ഇടയ്ക്കും മറുപടി പറയുന്നത് ഞങ്ങൾ ഇതിനകം 200 കോടി കൊടുത്തു, 500 കോടി കൊടുത്തതിന്റെ കൂടെ കണക്കുകളാണ് പറയുന്നത്. പക്ഷെ ഈ ഇരിക്കുന്ന കുട്ടികളുടെ ഈ ഗ്രാൻഡ് പോർട്ടൽ വെബ്സൈറ്റിലെ ഹോം പേജിൽ നമ്മൾ പരിശോധിക്കുക. എന്റെ കയ്യിൽ 30 കുട്ടികളുടെയെങ്കിലും പ്രിന്റൗട്ട് രേഖകളുണ്ട്. കഴിഞ്ഞ 2 വർഷത്തിന് മുകളിലായി ആർക്കും തന്നെ ഗ്രാൻഡ് കിട്ടിയിട്ടില്ല. ഈ വിദ്യാഭ്യാസ വർഷം 2024-25 കയറിയിരിക്കുകയാണെന്ന് നിങ്ങൾക്കറിയാം. ഈ വിദ്യാഭ്യാസ വർഷത്തിന് പ്രത്യേകതയുണ്ട്. രാജ്യം എന്താണെന്ന് പുതിയ വിദ്യാഭ്യാസ നയം നടപ്പാക്കി 4 വർഷത്തെ ഡിഗ്രി കോഴ്സുകൾ ഓണേഴ്സ് ഡിഗ്രി കടന്നിരിക്കുന്നു. ഫീസുകളെല്ലാം തന്നെ 3 വർഷങ്ങളിലേക്ക് കടന്നിരിക്കുന്നു. കുട്ടികൾക്ക് അത്യാവശ്യം അറിയാത്ത വിധത്തിൽ പുതിയൊരു ക്രമം രാജ്യമെമ്പാടും നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു. അത് നടപ്പാക്കുന്നതിൽ മന്ത്രി ഡോക്ടർ മുന്നിൽ തന്നെയാണ് മോദിയുടെ പദ്ധതി കൈക്കൊടുത്തുകൊണ്ടിരിക്കുന്നു. പക്ഷെ കുട്ടികളുടെ വെബ്സൈറ്റിലുള്ള പേജുകൾ പ്രിന്റൗട്ട് എടുത്ത് നോക്കുമ്പോൾ കോഴ്സ് കഴിഞ്ഞു പോയ കുട്ടികൾക്ക്, അതായത് 2023-24 ഡിഗ്രി കോഴ്സ് കഴിഞ്ഞ കുട്ടികൾക്ക് 2.5 വർഷം എത്രയോ കുട്ടികളുടെ ഉദാഹരണം ഞാൻ പറയാം. ഒരു കുട്ടികൾക്കും ശരാശരി 2 വർഷമായി ഗ്രാൻഡുകൾ കിട്ടുന്നില്ല. എന്താണ് ഈ ഗ്രാൻഡുകൾ ആലോചിച്ച് നോക്കണം. അവർക്ക് ഒരു ഹോസ്റ്റലിൽ താമസിക്കുന്ന കുട്ടിയാണ് എങ്കിൽ സർക്കാർ ഹോസ്റ്റലിൽ താമസിക്കുന്ന കുട്ടിക്ക് 3500 രൂപയാണ് ഇപ്പോഴും കിട്ടുക.
ഒരു പട്ടികവർഗത്തിൽ പ്രൈവറ്റായിട്ട് താമസിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് അല്ലെങ്കിൽ അവർക്ക് അല്ലെങ്കിൽ ആ കുട്ടിക്ക് വെറും 3000 രൂപ മാത്രമാണ് ഹോസ്റ്റൽ ഗ്രാൻഡായി കൊടുക്കുക. ഹോസ്റ്റലിൽ താമസിക്കുന്ന ഒരു കുട്ടിക്ക് പോക്കറ്റ് മണിയായി കൊടുക്കുന്നത് 200 രൂപ മാത്രമാണ്. ഏതാണ്ട് 40 വർഷം മുമ്പ് ഡിഗ്രിക്ക് കോസ്മെറ്റിക് ഹോസ്റ്റലിൽ പഠിച്ച ഒരു വിദ്യാർത്ഥിയാണ് ഞാൻ. ആ 40 വർഷക്കാലം മുമ്പ് ഞങ്ങൾക്ക് കിട്ടിയിരുന്ന പോക്കറ്റ് മണി 100 രൂപയാണ്. 40 വർഷം കൊണ്ട് ഈ പട്ടികജാതി പട്ടികവിദ്യാർത്ഥികൾ പഠിച്ചിപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നത് പ്രതിമാസം 200 രൂപ മാത്രമാണ്. 190 രൂപയിൽ നിന്ന് ഏകദേശം 10 രൂപ വർദ്ധിപ്പിച്ചു എന്നത് ഒരു ക്യാബിനറ്റ് വിശദമായ ചർച്ചയ്ക്ക് ശേഷം മാത്രമാണ്. നാണമില്ലേ എന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഈ തുക പോലും കുട്ടികൾക്ക് കൊടുക്കുന്നില്ല എന്നതാണ് ഇപ്പോഴുള്ള പ്രശ്നം. രജനീയ സ്ഥാനത്ത് ആത്മഹത്യ ചെയ്തിട്ട് 10 വർഷമായി. ആത്മഹത്യയുടെ കാരണം നിങ്ങൾ ഓർമ്മയുണ്ടല്ലോ. ഈ പറയുന്ന എൻട്രൻസ് കമ്മീഷൻ ഓഫീസിന്റെ മണ്ടയിൽ നിന്നാണ് കുട്ടി ആത്മഹത്യക്ക് ചാടി മരിക്കുന്നത്. 1000 രൂപ മാത്രം കിട്ടേണ്ട ഹോസ്റ്റൽ ഗ്രാന്റ് അന്ന് അത് എഞ്ചിനീയറിംഗ് കോളേജിൽ ശാസ്ത്ര വിദ്യാർത്ഥി അത് സമയത്തിന് കിട്ടാത്തതിന്റെ പേരിൽ എല്ലാ മന്ത്രിമന്ദിരങ്ങളും കയറി മടുത്ത് ഈ ജീവിതം എനിക്ക് ആവശ്യമില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു ഒരു ഉദ്യോഗസ്ഥാനം ആത്മഹത്യ ചെയ്യുന്നത്. അന്ന് 1000-ൽ നിന്നും അത് പിന്നീട് വർദ്ധിപ്പിച്ചു. ഇന്നിപ്പോൾ ശാസ്ത്രീയ മെഡിക്കൽ കോളേജിൽ താമസിക്കുന്ന വിദ്യാർത്ഥി 4500 എത്തി. പക്ഷേ ഡിഗ്രിക്കും പിടിക്കും പിജിക്കും പഠിക്കുന്ന പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ഇപ്പോഴും പ്രതിമാസം നൽകുന്നത് 1500 രൂപയാണ് മാത്രം. സുഹൃത്തുക്കളെ, ഇതാരെങ്കിലും വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുമ്പോൾ ഇതിന്റെ തറവാട്ടം എടുത്തു കൊടുക്കാൻ നമ്മൾ പറയുന്നില്ല. ഏതാനും ഒരാഴ്ചക്കാലം മുമ്പ് മാർച്ച് മാസം നിയമസഭയുടെ മുമ്പാകെ വെച്ച കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ റിപ്പോർട്ട് നമ്മൾ നെറ്റിൽ അവൈലബിൾ. CAG റിപ്പോർട്ട് പറയുന്നത് 4 ലക്ഷത്തോളം 4 വർഷമായി കുട്ടികൾക്ക് ടൈം സ്പാനിൽ ഈ ഗ്രാന്റ് കൊടുക്കുന്നില്ല. ഈ ഗ്രാന്റ് എന്ന് പറയുന്ന ഒരു തുക കോസ്മെറ്റിക് സ്കോളർഷിപ്പ് എന്നൊരു ഹെഡ് ഫണ്ടിൽ ബഡ്ജറ്റിൽ വകയിരുത്തുന്ന തുകയിൽ നിന്ന് മാറ്റിവെക്കുന്നതാണ്. കൃത്യമായും ജനസംഖ്യാനുപാതികമായി വകയിരുത്തുന്ന തുകയുടെ ഗണ്യമായൊരു ഭാഗം ഇതിനുവേണ്ടി മാറ്റിവെക്കുന്നത് ഒരു അപ്രതീക്ഷിത ചെലവല്ല. ഈ വർഷം എൻറോൾ ചെയ്ത കുട്ടികൾ, കഴിഞ്ഞ വർഷം എൻറോൾ ചെയ്ത കുട്ടികൾ, അവർക്ക് എത്ര ഫീസ് കൊടുക്കേണ്ടി വരും, അത്ര അവർക്ക് എത്ര ഹോസ്റ്റൽ അലവൻസ് തുടങ്ങിയവ കണക്കാക്കി വകയിരുത്തുന്ന തുക ഒരു അപ്രതീക്ഷിത ചെലവല്ല. പിന്നെ എങ്ങനെയാണ് കുട്ടികൾക്ക് ഇത്രത്തോളം പിടിച്ചു പോകുന്നത്? 2021 സർക്കാർ, കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ ശേഷം അവർ ഈ പ്രവർത്തനം മന്ദീകരിപ്പിച്ചു. ഇതിന്റെ ഗ്രാന്റിന്റെ വിതരണം മുഴുവൻ തന്നെ അവർക്ക് തോന്നിയ പോലെയാക്കി. ഇതിന്റെ വിശദാംശങ്ങൾ ഇവിടെ മുഖ്യ പ്രഭാഷകനായ OP രവീന്ദ്രൻ പറയുന്നതിലൂടെ ഞാൻ അതിന്റെ വിശദാംശങ്ങളിൽ കടക്കുന്നില്ല. ഇപ്പോൾ ഈ ഗ്രാന്റിന്റെ മുഴുവൻ തന്നെ അവതാളത്തിലാക്കിയതിനു ശേഷം ഓരോ ദിവസവും പത്രക്കുറിപ്പോൾ ഞാൻ ഇത്ര കൊടുത്തു എന്ന് പറഞ്ഞ വ്യാജ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് പറയാനുള്ളത്, ഒരു കുട്ടി പഠിക്കുന്ന കാലത്ത് പോളിസിയില്ലാതെ ആ കുട്ടികൾക്ക് തന്നെ ഗ്രാന്റ് കൊടുത്തിരിക്കണം. അതിന് നിങ്ങൾ ബഡ്ജറ്റിൽ വകയിരുത്തുന്നുണ്ട്. അത് നിങ്ങൾക്ക് കാർ വാങ്ങിക്കാനും മറ്റ് കെട്ടിടം നിർമ്മിക്കാനുമുള്ളതല്ല. അത് കുട്ടികൾക്ക് അവരുടെ അക്കൗണ്ടിൽ വരാനുള്ളതാണ്. കോളേജുകൾക്ക് ഫീസ്, ട്യൂഷൻ ഫീ കൊടുക്കണം. ഇത് സമയത്ത് കൊടുക്കാത്തതുകൊണ്ട് പല സ്ഥാപനങ്ങളും കുട്ടികൾക്ക് TC കൊടുക്കുന്നില്ല, മാർക്ക് ലിസ്റ്റ് കൊടുക്കുന്നില്ല, പരീക്ഷ എഴുതാൻ സമ്മതിക്കുന്നില്ല തുടങ്ങിയ നിരവധി പ്രശ്നങ്ങളാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ആമുഖമായി ഞാൻ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞത്, തലസ്ഥാന നഗരിയിൽ ഇത്തരമൊരു പ്രസ്ഥാനം നമ്മളിവിടെ വരുമ്പോൾ ഇതൊരു സൂചന മാത്രമാണ്. ഇന്നിവിടെ വലിയൊരു മഹാപ്രസ്ഥാനം ആരംഭിക്കേണ്ടതുണ്ട്. എന്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഈ കുറുമുകളെ നമ്മൾ തെരുവിലേക്ക് ഇറക്കുക എന്നത് ആദിശക്തി സമ്മർ സ്കൂളിന്റെയോ ഗോത്രമാസയുടെ ഉദ്ദേശമേ അല്ല. പക്ഷേ സ്വാതന്ത്ര്യത്തിന് വേണ്ടി, ജനിച്ച മണ്ണിൽ ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടി അവർ തന്നെ ഈ കൊടിയേന്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നിർബന്ധിതമായിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കണം. ഇന്നല്ലെങ്കിൽ നാളെ കേരളത്തിലെ കറുത്ത വസ്തുക്കളുടെ ഒരു വലിയൊരു പ്രസ്ഥാനം, വിദ്യാർത്ഥി പ്രസ്ഥാനം കേരളത്തിൽ നാണി കുറിക്കേണ്ട ഒരു ദിനമാണ് എന്ന് കൂടി ഞാൻ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ സഭയുണ്ട്, KSC ഉണ്ട്, അവിടെ പ്രധാനം ചെയ്യുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ട്. നിങ്ങൾ ആരെങ്കിലും നിയമസഭയിൽ ഉന്നയിച്ചോ? ഈ കഴിഞ്ഞ ദിവസം 2 ദിവസത്തെ നിയമസഭാ സമ്മേളനം കഴിഞ്ഞപ്പോൾ ഈ വരുന്ന 1 വർഷം കൊടുത്തു തീർക്കേണ്ട
കുടിശ്ശികയുടെ കണക്ക് മുഖ്യമന്ത്രി ഉറപ്പായി പറയുകയുണ്ടായി. ക്ഷേമ പെൻഷനുകളുടെ കുടിശ്ശിക എന്താണ്? പട്ടികജാതി പട്ടികവർഗക്കാരന് ഈ ഗ്രാമിനെ കുറിച്ച് മുഖ്യമന്ത്രി കുടിശ്ശികയോടെ പറയാറുള്ളത്. അവരുടെ കുടിശ്ശികയുടെ കണക്കിൽ പോലും ഈ കറുത്തവർഗക്കാരുടെ ലിസ്റ്റില്ല എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മുഖം അങ്ങേയറ്റം കാപട്യം നിറഞ്ഞതാണെന്ന് മാത്രം ഞാനിവിടെ പറയുന്നുള്ളൂ. എന്തായാലും എന്റെ രാമുഖ്യം ഇടുന്നിട്ടില്ല. ഈ സമ്മേളനത്തിന്റെ ഇന്നിവിടെ നടക്കാൻ പോകുന്നത് ഉച്ചവരെ ഏതാണ്ട് 1:30-2 മണി വരെ ഇവിടെ ഒരു സത്യാഗ്രഹ സമരമാണ്. ഈ പ്രശ്നം പൊതുജന സമക്ഷം കൊണ്ടുവരാൻ, അതിനുശേഷം ഗവർണർക്ക് നിവേദനം കൊടുക്കാനായി ഉച്ചഭക്ഷണത്തിന് ശേഷം ഒരു ജാഥയായ വിദ്യാർത്ഥികൾ രാജ്ഭവനിലേക്ക് പോകും. തുടർന്ന് 4:30 മണിക്ക് മാനവീയം സ്ക്വയറും മാനവീയം വീതിയും കുട്ടികളുടെ പ്രത്യേകിച്ചും ആശ്രയാക്ട് എന്ന് പറയുന്ന സ്കൂൾ ഓഫ് ഡ്രാമയിലെ വിദ്യാർത്ഥികളുടെ തിയേറ്റർ ഗ്രൂപ്പ് രൂപം കൊണ്ടിട്ടുണ്ട്. ആ തിയേറ്റർ രൂപം കൊണ്ടത് ഈ ഗ്രാൻഡിന്റെ പശ്ചാത്തലത്തിലാണ് എന്ന് പറയുമ്പോൾ കലാസാഹിത്യ രംഗത്തെ ഒരു വലിയ വിസ്മോചനം ഇവിടെ കാണാൻ പോവുകയാണ്. വിദ്യാർത്ഥികളും ചിത്രകാരനും പാട്ടുകാരും സിനിമാക്കാരും എല്ലാം തന്നെ പ്രതിഷേധവുമായി രംഗത്ത് വരാൻ പോകുന്ന ഒരു കാലഘട്ടത്തിലേക്ക് കടക്കുകയാണെന്ന് മാത്രമായി ചെയ്യേണ്ട ഈ പരിപാടിയുടെ അധ്യക്ഷനായി ശ്രീ മണികണ്ഠനെ സ്വാഗതം ചെയ്യുന്നു, അവരെ ക്ഷണിക്കുന്നു. മറ്റു കാര്യങ്ങൾ ഈ യോഗ നടപടികളിലേക്ക് കടക്കുകയാണ്. കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ഏറ്റവും പിന്നോക്കരായിട്ടുള്ള ആദിവാസി വിഭാഗം കുട്ടികളും ദളിത് ആദിവാസി വിഭാഗത്തിലുള്ള കേരളത്തിലെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന നേതാക്കളുമാണ് ഇന്ന് ഈ സമരത്തിന് എത്തിയിട്ടുള്ളത്. ഇപ്പൊ മാഷ് പറഞ്ഞു വെച്ചത് ബാക്കി, അതായത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പിന്നോക്കരായിട്ടുള്ള ആദിവാസി വിഭാഗങ്ങളായ അടിയ പണിയ പ്രാത്തനായിക്ക, ഊരാളി വെട്ടുകുറുമ, മലവേടർ പോലെയുള്ള കമ്മ്യൂണിറ്റികളിലുള്ള കുട്ടികളാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നത്. കാരണം ഇപ്പോഴും 3 സെന്റ് കോളനികളിലാണ് ഈ പറയുന്ന കമ്മ്യൂണിറ്റികൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ 3 സെന്റ് കോളനിയിൽ 400 സ്ക്വയർ ഫീറ്റോളം വീടുകൾക്കുള്ളിൽ തന്നെ ഏകദേശം 3-4 കുടുംബങ്ങൾ ഉള്ള വീട്ടിൽ നിന്നാണ് പല സാമൂഹിക ബുദ്ധിമുട്ടുകളിൽ നിന്നും 10-12 കിലോമീറ്റർ നടന്നുപോയി +2 പാസ്സായി ഡിഗ്രിക്ക് സീറ്റ് സ്വന്തം ജില്ലകളിൽ കിട്ടാതെ കുട്ടികൾ മറ്റു ജില്ലകളിൽ പോയി പഠിക്കാൻ തയ്യാറാണ്. അങ്ങനെയുള്ള അവസരത്തില് സ്വന്തം വീട്ടിൽ നിന്ന് പോലും കുട്ടികൾക്ക് ഈ ഗ്രാന്റ് കിട്ടാത്ത അവസ്ഥയിൽ അവർക്ക് ഹോസ്റ്റൽ ഫീസിനോ ഭക്ഷണത്തിനോ പോക്കറ്റ് മണിക്കോ പൈസ കിട്ടാത്ത അവസ്ഥയിൽ ഈ പറയുന്ന 2 കൊല്ലം ഈ കുട്ടികൾ എങ്ങനെ അവരുടെ പഠനം ഈ തുക കിട്ടാതെ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളതിനുള്ള ഒരു ഉദാഹരണമായിട്ടാണ് ഈ കുട്ടികളൊക്കെ ഇവിടെ ഈ തെരുവിലുള്ളത്. അപ്പം ഇത് ഞങ്ങള് 3ാമത്തെ സമരമാണ് സെക്രട്ടേറിയറ്റ് പഠിക്കല്. ഈ ഗ്രാന്റ് കിട്ടാത്തതുമായി ബന്ധപ്പെട്ടിട്ട് ഗവൺമെന്റിന് ഒരു കുലുക്കവുമില്ല. കഴിഞ്ഞ തവണ ഞങ്ങൾ സമരം ആഹ്വാനം ചെയ്തപ്പോൾ മന്ത്രി രാധാകൃഷ്ണനായിരുന്നു. രാധാകൃഷ്ണൻ പറഞ്ഞത് ഞങ്ങള് സമരം ആഹ്വാനം ചെയ്തു, തൊട്ട് മുന്നേ അദ്ദേഹം പറഞ്ഞത് 450 കോടിയോളം രൂപ ഈ ഗ്രാന്റ് ഇനത്തിൽ കുടിശ്ശിക തീർക്കാൻ SC/ST കുട്ടികളുടെ ഈ ഗ്രാന്റ് പോർട്ടലിൽ വന്നിട്ടുണ്ട് എന്നാണ്. ഞങ്ങൾ നോക്കുമ്പോൾ ഞങ്ങളുടെ കുട്ടികളുടെ ഈ ഗ്രാന്റ് പോർട്ടലിൽ ഇപ്പൊ നമുക്കൊക്കെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരാണ്. ഇപ്പൊ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും പോലെയുള്ളത് പോലെ തന്നെ കുട്ടികൾക്ക് ഈ ഗ്രാന്റിന്റെ പോർട്ടലും പ്രൊഫൈലും ഉണ്ട്. ആ പ്രൊഫൈലിൽ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ 5 പൈസ വന്നിട്ടില്ല, പ്രോസസിംഗ് ആണ് കാണിക്കുന്നത്. അന്ന് കാണിച്ച് അതേപോലെ തന്നെയാണ് ഇന്നും കാണിക്കുന്നത്. അപ്പൊ ഈ 450 കോടി രൂപ എവിടെ പോയി എന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നം. ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ഞങ്ങൾ അറിയുന്നത് ഈ പറയുന്ന ഓട്ടോണമസ് കോളേജുകളുടെയും എയ്ഡഡ് കോളേജും പ്രൈവറ്റ് കോളേജിന്റെ ഒക്കെ ട്യൂഷൻ ഫീസ് മാത്രം ആ തുക കൊടുത്തിട്ടുണ്ട് എന്നാണ്. അതായത് അവർ കുട്ടിനെ പിടിച്ചു വാങ്ങി കുട്ടികൾക്ക് കിട്ടേണ്ടതായ ഹോസ്റ്റൽ ഫീസോ മെസ് ഫീസോ പോക്കറ്റ് മണിയോ ഒന്നും തന്നെ ആ തുകയിൽ നിന്ന് കുട്ടികൾക്ക് കിട്ടിയിട്ടില്ല. ഇപ്പതാ ഞങ്ങള് ഇന്നത്തെ സമരം ആഹ്വാനം ചെയ്തു. ഇന്നലെ ഇപ്പം നമ്മുടെ പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രി OR കേളുവാണ്. അദ്ദേഹം പറഞ്ഞത് 500ഓളം കോടി രൂപ ഇതാ ഈ ഗ്രാന്റിന്റെ കുടിശ്ശിക തീർക്കാൻ ചെലവാക്കിയിട്ടുണ്ടെന്ന്. ഞങ്ങൾ രാവിലെ പോലും കുട്ടികളുടെ പ്രൊഫൈൽ ചെക്ക് ചെയ്യുമ്പോൾ 5 പൈസ വന്നിട്ടില്ല. ഈ കോടികളൊക്കെ എങ്ങോട്ടാണ് ഒഴുകുന്നതെന്ന് ഞങ്ങൾക്ക് ഒരു അറിവുമില്ല. അപ്പം ഇനി ഞങ്ങൾക്ക് ഞങ്ങളുടെ കുട്ടികളുടെ പഠനമായിട്ട് മുന്നോട്ട് പോകുമ്പം വേറെ ഒന്നും നോക്കാനില്ല. ഇനിയും വലിയ പ്രക്ഷോഭം ഞങ്ങൾ ആഹ്വാനം ചെയ്യാണ്. ഇനിയിപ്പം നമ്മുടെ ഇന്നത്തെ ഈ ഒരു പരിപാടിയുടെ ആദിശക്തി സമര സ്കൂളിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പരിപാടിയുടെ ഉദ്ഘാടകനായിട്ടുള്ള സയന്റിസ്റ്റ് ആയിട്ടുള്ള
MV ശശിധരൻ മാഷെ ഞാൻ ഉദ്ഘാടനത്തിനായിട്ട് ക്ഷണിക്കുകയാണ്. ആരാധ്യനായ നമ്മുടെ അധ്യക്ഷൻ, അതുപോലെ തന്നെ ആമുഖ പ്രഭാഷണം നടത്തിയ ഗീതാനന്ദൻ മാഷ്, മുരളി സാറ്, രാജ് ചേച്ചി, തങ്കച്ചൻ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ നേതാക്കന്മാരെ, പ്രിയമുള്ള വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നേരത്തെ ഗീതാനന്ദൻ മാഷ് സൂചിപ്പിച്ച പോലെ ഭരണഘടനാപരമായ ഒരു ഉത്തരവാദിത്വമാണ് പോസ്റ്റ് മെട്രിക്, പ്രീ മെട്രിക് സ്കോളർഷിപ്പുകൾ. ഞങ്ങളൊക്കെ പഠിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ 50-60 കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ കുറിച്ച് ഞങ്ങൾക്ക് യാതൊരു ചിന്ത പോലും ഇല്ലായിരുന്നു. കാരണം കറക്റ്റായിട്ട് ഞങ്ങളുടെ ഫീസ് അവിടെ കൊടുക്കുമായിരുന്നു. ഹോസ്റ്റലിൽ താമസിക്കുന്ന കുട്ടികൾക്ക് ഇടയ്ക്ക് താമസം ഉണ്ടെങ്കിൽ പോലും പോക്കറ്റ് വഴി കുറച്ച് താമസം ഉണ്ടായിരുന്നു. ആ സമയങ്ങളിലൊക്കെ ഞങ്ങൾ അന്നത്തെ അരിയമ്പൽ ഫോൺ ഡിപ്പാർട്ട്മെന്റാണ്. അരിയമ്പൽ ഫോൺ ഡയറക്ടറുടെ വീട്ടിലേക്ക് ഞങ്ങൾ പന്തംകുളത്ത് പ്രകടനം നടത്തുകയായിരുന്നു. എന്തായാലും ഇതുപോലുള്ളൊരു പ്രശ്നം ഞങ്ങളുടെ തന്നെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ കാലം മാറിക്കൊണ്ടിരിക്കുന്നതോടുകൂടി പ്രശ്നങ്ങൾ കൂടിക്കൂടി വരികയാണ്. അപര്യാപ്തമായ നമ്മുടെ ഈ പ്രീ മെട്രിക്, പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പുകൾ അത് കാലാകാലം പുതുക്കാതെ ഇപ്പോൾ നമ്മളെ ഒരു സമരത്തിന്റെ ബാധയിലേക്ക് തള്ളിവിടത്തക്ക രീതിയിൽ ഈ ഗവൺമെന്റ് നമ്മളോട് ദ്രോഹം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇതൊരു മൗലികാവകാശമാണ്. പഠിക്കാനുള്ള അവകാശം മൗലികമാണ്, ഭരണഘടനാപരമായിട്ട് നമുക്ക് സിദ്ധിച്ചിട്ടുള്ള അവകാശമാണ്. ഇത് നടപ്പാക്കുന്നതിന് 1ാം പഞ്ചവത്സര പദ്ധതി കാലം മുതൽ തന്നെ ഈ പോസ്റ്റ് മെട്രിക്, പ്രീ മെട്രിക് സ്കോളർഷിപ്പ് ഭാഗമായിട്ട് ഈ ഗ്രാൻഡായിട്ട് മാറ്റി. അപ്പോഴാണ് ഈ ഗ്രാൻഡ് എന്നൊക്കെ വിളിക്കുന്നത്. ഞങ്ങളുടെ കാലഘട്ടത്തിൽ പ്രീ മെട്രിക്, പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പുകൾ എന്നാണ് എന്നെ വിളിച്ചുകൊണ്ട് ഇപ്പോഴ് ഒരു ഇടുത്തി പോലെ പരിധി വെച്ചിരിക്കുകയാണ്. പട്ടികജാതിപട്ടികക്കാരുടെ ഒരവകാശത്തിനും വരുമാന പരിധി വെക്കാൻ പാടില്ല എന്നുള്ളത് പല കോടതി വിധികൾ, ഇവിടെ നേരത്തെ ഗീതാനന്ദൻ മാഷ് സൂചിപ്പിച്ചു, പല കോടതി വിധികൾ ഉണ്ടായിട്ടും നമ്മൾക്ക് 2.5 ലക്ഷം രൂപ ഈ ഗ്രാൻഡിന് വരുമാന പരിധി വെച്ചിരിക്കുന്നത് ഏറ്റവും വലിയ നികൃഷ്ടമായ പട്ടികജാതി, പട്ടികവർഗ വിദ്യാർത്ഥികളുടെ ദ്രോഹമാണ്. ഇത് ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. ഇന്നിത് ഞങ്ങൾക്ക് ഈ ഗ്രാൻസിന്റെ വരുമാന പരിധി 2 ലക്ഷമാണെങ്കിൽ നാളെ നിങ്ങൾ അത് ഓടിക്കുകയല്ലെങ്കിൽ വരുമാന പരിധി സംഭരണമാണെങ്കിൽ 2 ലക്ഷം രൂപയ്ക്ക് താഴെയായിരിക്കണം. ഈ പല മേഖലയിലും ഇത് വളരെ ഇംപ്ലിക്കേഷൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു തീരുമാനമാണെന്ന് നിങ്ങളെ അറിയിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇതുപോലെ തന്നെ സമയാസമയങ്ങളിൽ ഈ ഗ്രാൻസ് കുട്ടികൾക്ക് കൊടുക്കേണ്ടത് പ്രത്യേക രീതിയിലായിരിക്കണമെന്നും നമ്മൾ ആവശ്യപ്പെടണം. ഈ ഫീസ് നേരിട്ട് കോളേജിലേക്ക് എന്താ ലംസം ഗ്രാൻഡും സ്റ്റൈഫൻഡും നമുക്ക് കിട്ടേണ്ട ലംസം ഗ്രാൻഡും സ്റ്റൈഫൻഡും പ്രത്യേകമായിട്ട് നമ്മുടെ കയ്യിൽ തരിക. ആ രീതിയിലുള്ള സംവിധാനമാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. ഞാൻ കൂടുതൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഒരുപാട് പേര് സംസാരിക്കാനുണ്ട്. നമ്മളുടെ ഈ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് നമ്മൾ ഈ സമരമാകുമ്പോൾ മുന്നോട്ട് പോകത്തില്ല എന്ന് മാത്രം ബോധിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ ചെറിയ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. ജയ് ഭീം. ഈ സമരപരിപാടി ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. ജയ് ഭീം. ഇന്നത്തെ ഈ സമരപരിപാടിക്ക് ഞങ്ങളുടെ പിന്തുണയുമായി എത്തിച്ചേർന്ന OP രവീന്ദ്രൻ സാർ, CS മുരളി, മാഗ്ലിൻ ഫിലോമിന, ഫാദർ ലൂജിൻ പെരേര, അമ്മിണി വയനാട്, PM വിനോദ്, IR സദാനന്ദൻ, ജഗദീശൻ കളത്തിൽ, K സന്തോഷ് കുമാർ, ഡോക്ടർ അഭിലാഷ്, ശ്രീരാമൻ കൊയ്യോൻ, ലീല സന്തോഷ്, MK ദാസൻ,
പ്രകാശ്, VC സുനിൽ, CJ തങ്കച്ചൻ, ബാബു മാസ്റ്റർ, ജ്യോതിഷ് കുമാർ, എമിൽ PS, വിനോജ് വേലുക്കുട്ടി, CI ജോൺസൺ, ആൻഡ്രൂസ്, ഗോപികുട്ടൻ പത്തനാപുരം, K വാസുദേവൻ, ഗോപാലകൃഷ്ണൻ ആലത്തൂർ, ജനാർദ്ദനൻ PG, GH CS, C മായാണ്ടി, ഹിന്ദു നെപ്പോളിയൻ, ലബീബ്, ഡോക്ടർ M വന്ധ്യരാജ്, കാർത്തികേയൻ കാളിയമ്മ, മനോജ് K, PK രാധ, വെള്ളി അട്ടപ്പാടി, രവിമൂപ്പൻ നെല്ലിയാമ്പതി, മുരുകേശൻ ചിന്നക്കനാൽ, രാമു ആറളം ഫാം, അനിൽ നിലമ്പൂർ, മഹേഷ് ശാസ്ത്രി, ഷൈജു കണ്ണൂർ, കുഞ്ഞമ്പു കല്യാശ്ശേരി, പത്മനാഭൻ മൊഴാറ, സുരേഷ് കാക്കോട്, അനീസിയ VGMS, സുജിത മാളു, ജിഷ്ണു ദാമോദരൻ, കല്ലു കല്യാണി, ഗാർഗി, ശിവൻ KC, വയലാർ രാജി എന്നിവർക്ക് ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്യുകയാണ്. അടുത്ത